ഇതൊന്ന് കണ്ടോക്കാണി. 2 മിനിറ്റ് 17 സെക്കൻഡ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. അടിപൊളി വീഡിയോ. ഇതൊന്ന് കണ്ടോക്കൂ. അവിടെ മഴ പെയ്യുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങുമ്പം നീ ബസ് കയറിയോ, അല്ലെങ്കിൽ നിനക്ക് ഫുഡ് വേണോ, നീ എപ്പോ എത്താ എന്ന് വിളിച്ചു ചോദിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് അതും ഒരു ഭാഗ്യമാണ്. തിരിച്ചു പോകുമ്പം പാതിരാത്രി ഡോറ് തുറന്നുതരാൻ, രാവിലെ ഉറങ്ങിയെണീക്കുമ്പം സൂര്യൻ റൂമിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ പുതപ്പ് വലിച്ചൂരിട്ട് എണീക്കടാന്ന് പറയാൻ ഒരാളില്ലാത്ത ദിവസം, ആ ദിവസത്തെ നിങ്ങൾ എന്ത് വിളിക്കും? സ്വാതന്ത്ര്യത്തിന്റെ പുലരി എന്ന് വിളിക്കോ, അല്ല ഏകാന്തതയുടെ ഒറ്റപ്പെടലിന്റെ നട്ടപ്പാതിര എന്ന് വിളിക്കോ? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പം ഇപ്പോഴതിനെക്കാട്ടി കുറച്ച് ചെറിയ പ്രായത്തില് ഒരു അനുഭവം ഉണ്ടായി. പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിറങ്ങാൻ പരിചയമുള്ളൊരു മുഖം. ഞാൻ പോയിട്ട് സലാം പറഞ്ഞു. പക്ഷെ ആള് മുന്നേ കണ്ടത്ര ഓക്കെ അല്ല, എന്തോ ഒരു അസ്വസ്ഥത ഉണ്ട്, മുഖത്ത് ആ ഒരു പ്രസരിപ്പൊന്നുമില്ല. ഞാൻ ചോദിച്ചു, എന്താ വിശേഷങ്ങൾ, കാര്യങ്ങൾ എന്താണ്? സാധാരണ മുന്നേ കാണുമ്പോഴൊക്കെ നല്ല അടുക്കും ചിട്ടയുള്ള, നല്ല വേഷവിധാനുള്ള, വാച്ചൊക്കെ കെട്ടി നല്ല ഗമയിൽ നടക്കുന്ന മനുഷ്യനാണ്. പക്ഷെ ഇതൊരു തരം അലങ്കോലപ്പെട്ടിട്ട് വസ്ത്രമൊക്കെ വാരി വലിച്ചിട്ടിട്ടാണ് ഉള്ളത്. അപ്പൊ പറഞ്ഞു, ഓള് പോയതിൽ പിന്നെ ഞാൻ ഇങ്ങനെ ഇടാം. ഇത്ര പറഞ്ഞിട്ടുള്ളൂ. ഓള് പോയതിൽ പിന്നെ ഞാൻ ഇങ്ങനെയാണ്. ഒരു ചായ ഇട്ടുതരാൻ ഒരാളുടെ മോനെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ വറക്കാൻ തുടങ്ങി. എനിക്ക് പരിചയമുള്ള ഒരാളാണ്. ആളുടെ വൈഫ് മരണപ്പെട്ടതിന് ശേഷം ആളിങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. എന്നിട്ട് ആ പറഞ്ഞ പോയിന്റ് ആണ്, ഒരു ചായ ഇട്ടുതരാൻ ഒരാളുടെ പറഞ്ഞിട്ട് മൂപ്പര് കണ്ണുന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി. ജീവിതാനുഭവങ്ങളുടെ 60 വർഷങ്ങൾ കഴിഞ്ഞിട്ട് സായാഹ്നത്തിലെത്തി നിൽക്കുന്ന മനുഷ്യൻ എന്റെ മുന്നിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു 10-30 വർഷം മൂപ്പര് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ ഒരാളുടെ വില ഓർത്തിട്ട്, ആ ഒരാളുടെ വാല്യൂ ഓർത്തിട്ട് മൂപ്പര് ഇങ്ങനെ വറച്ചു നിൽക്കുന്നുണ്ട്. സ്നേഹം കൊണ്ട് ചില ആൾക്കാരെ നിറച്ചു വെച്ച് തരുന്ന ചായക്കപ്പുകളുടെ ബലത്തിലാണ് നമ്മുടെ ജീവിതം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് കൂടെ ഉള്ളപ്പോൾ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് അവരോട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്.